ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഈ ക്ലാസ്സിന്റെ ഒരു സ്ട്രക്ചർ ഒറ്റ ബ്രീഫ് ചെറുതായിട്ടൊന്ന് തരാം. അതായത് നമ്മുടെ ഇതൊരു കമ്മ്യൂണിറ്റി പോലെയാണല്ലോ. ഇതില് മിക്സഡ് ആയിട്ടുള്ള പലതരം ആളുകളും ഉണ്ടാവും. വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അതേപോലെ തന്നെ പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ഉയർന്ന തലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, എഞ്ചിനീയറിംഗ് മെഡിക്കൽ മേഖലയിലുള്ളവരുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മുടെ ക്ലാസ്സിന്റെ ഒരു രീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ലാംഗ്വേജിലേ നമ്മൾ ക്ലാസ് എടുക്കുള്ളൂ. കഴിഞ്ഞ ബാച്ചുകളൊക്കെ അങ്ങനെ തന്നെ പോയത്. ഇതില് വന്നിരിക്കുന്ന ആളുകളിൽ പലരും, ചിലരൊക്കെ വന്നിരിക്കുന്നത് ഇതെന്താ സംഭവം എന്നൊന്നും അറിയാം എന്ന് കരുതി വന്നവരുണ്ടാവും. വേറെ ചില ആളുകള് ഇപ്പോ എ ഐ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാതിരുന്നാൽ ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരും എന്ന് കരുതി വന്നവരുണ്ട്. വേറെ ചില ആളുകളാവട്ടെ ഇത് നമ്മുടെ പണി കളയുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് എന്താണ് ഇതിന് സംഭവിക്കുക എന്നറിയില്ല, നോക്കട്ടെ എന്നൊക്കെ കരുതി വന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ പല ഉദ്ദേശത്തിൽ വന്നവരുണ്ട്. ഞാന് എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഒട്ടും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇപ്പോ ആസ് ഓഫ് നൗ ഇതുവരെ ഒന്നുമില്ല. എല്ലാവർക്കും അവരവർ ചെയ്യുന്ന ജോലികൾ സുരക്ഷിതമായിട്ട് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ, ചെയ്യുന്ന ജോലിക്ക് ആവശ്യമായ AI പരിജ്ഞാനം നേടിയിരിക്കണം. അവർക്ക് ഒന്നും പേടിക്കാനില്ല. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ആവശ്യമായ AI പരിജ്ഞാനം എന്താണോ അത് നേടിയവർക്ക് ഒന്നും പേടിക്കാതെ അവരുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ ആവശ്യമായ പരിജ്ഞാനം നേടാത്തവർക്കോ അവരുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ആശങ്കയോട് കൂടി മാത്രമേ നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. ഞാൻ നീട്ടിപ്പരത്തി കൊണ്ടുപോകുന്നില്ല. ഞാൻ ഒരു ചെറിയൊരു പ്രസന്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ക്ലാസ്സിലേക്ക്, പരിശീലനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രസന്റേഷൻ ഉണ്ടല്ലോ, ഇതുപോലും ഞാൻ ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പറ്റ കുറഞ്ഞതായിട്ട് തോന്നും. വേണ്ട, ഒരു 3 മിനിറ്റ് കൊണ്ട് ഞാൻ തയ്യാറാക്കിയത്. ഈ ഒരു സ്ലൈഡ് മാത്രമല്ല, ഇതിനകത്തുള്ള കംപ്ലീറ്റ് പ്രസന്റേഷൻ എന്ന് വെച്ചാൽ ഇതിലേക്കുള്ള സോഴ്സ്, ഇതിലേക്കുള്ള കൊടുക്കേണ്ട ഡാറ്റ മുതൽ ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് വരെ പരമാവധി പോയാൽ 3 മിനിറ്റ്, അതിൽ കൂടുതൽ വന്നിട്ടില്ല എന്റെ ഭാഗത്തു നിന്ന്. ബാക്കി അതിന്റെ ഭാഗത്തു നിന്ന് അത് ജനറേറ്റ് ചെയ്ത് വരാൻ എടുക്കുന്ന കുറച്ച് സമയം, ഒരു 4-5 മിനിറ്റ് വേറെ വന്നിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ AI. അതായത് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി എന്താണോ അതിനെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ആര് സഹായിക്കും? AI സഹായിക്കും. അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ തൊഴിലുടമ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെ ഏൽപ്പിച്ച ജോലി എത്ര നേരത്തെ ചെയ്ത് കിട്ടുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ ഉറപ്പായിട്ടും പറയാം, നമ്മൾ ഈ കോഴ്സിൽ പഠിപ്പിക്കുന്ന ബേസിക് ടൂൾസ് പഠിച്ചാൽ തന്നെ ഇപ്പോ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മിനിമം പകുതി സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 8 മണിക്കൂർ കൊണ്ട് ഒരാൾ ചെയ്യേണ്ട ജോലി സ്റ്റാർട്ടിങ് അല്ലേ? സുഹൃത്താണ് ക്ലാസ് എടുക്കുന്നത്. 8 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി ന്യൂസ് വായിക്കണ ചെയ്തു തീർക്കാൻ പറ്റും. ആളാണ്. നിങ്ങളെ കമ്പനിയിൽ ആദ്യം വർക്ക് ചെയ്യുന്നത്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഇത് ബേസിക് ടൂൾസ് പഠിച്ചാൽ കുറച്ചും കൂടെ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്കൊക്കെ നമ്മൾക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ 8 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി 2 മണിക്കൂർ കൊണ്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിനർത്ഥം നമ്മൾ 8 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി 4 മണിക്കൂർ കൊണ്ട് തീർത്ത് ബാക്കി 4 മണിക്കൂർ റെസ്റ്റ് എടുക്കുക എന്നല്ല. കമ്പനിയുടെ ഭാഗത്തും ചിന്തിച്ചു നോക്കും. നമ്മൾക്ക് ശമ്പളം തരുന്ന കമ്പനിയുടെ ഭാഗത്ത് ചിന്തിച്ചു നോക്കും. അവര് നമ്മളിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് എടുക്കേണ്ട ഔട്ട്പുട്ട് നമ്മളിൽ നിന്ന് അവർക്ക് 4 മണിക്കൂർ കൊണ്ട് കിട്ടുകയാണെങ്കിൽ അത്രയും നേരത്തെ അതിന്റെ ബാക്കി ചെയ്യാനുള്ള ജോലികൾ അതിന്റെ അടുത്ത ആളുകൾക്ക് ചെയ്യാലോ. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ടീം വർക്കായിട്ടാണല്ലോ പോകുന്നത്. ആളുകൾക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ പകുതി സമയം കൊണ്ട് ഒരു ദിവസത്തെ ജോലി തീർക്കുകയാണെങ്കിൽ അന്ന് തന്നെ അടുത്ത ദിവസത്തെ ബാക്കി ജോലിയും തീർക്കാം. അതായത് 2 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി 1 ദിവസം കൊണ്ട് ചെയ്യാം. അപ്പം കമ്പനി എന്താണ് നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നത്? നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് ടൂൾസ് അതിന് ഉപയോഗിക്കുന്നത് കമ്പനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. ചിലരൊക്കെ പറയും നമ്മൾ ചാറ്റ് GPT ഉപയോഗിക്കുന്നത്
അല്ലെങ്കിൽ AI ഒക്കെ ഉപയോഗിക്കുന്ന കമ്പനി അറിഞ്ഞാൽ മോശമല്ലേ എന്ന് കരുതുന്നത്. അങ്ങനെയൊന്നുമില്ല. കമ്പനികൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റാഫുകൾക്ക്. എല്ലാ കമ്പനികളും സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ട് UAE ഗവൺമെന്റ് സെക്ടറിൽ 50,000 ആളുകൾക്കാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് AI പരിശീലനം കൊടുക്കാൻ. അതേപോലെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ചിന്തിക്കേണ്ടത്, അതല്ലെങ്കിൽ പ്രവാസികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരൊക്കെയും നാട്ടിലുള്ളവരാണെങ്കിലും ഒക്കെ ചിന്തിക്കേണ്ടത്, നമ്മളിൽ നിന്നൊക്കെയുള്ള പ്രൊഡക്ടിവിറ്റി ഇനി വർദ്ധിക്കണമെന്ന് നമ്മളെ കമ്പനി ആഗ്രഹിക്കുന്നുണ്ട്. അഥവാ നമ്മൾ അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മളെ മാറ്റാൻ കമ്പനി തയ്യാറാകും. അതുകൊണ്ട് സ്വയം മാറ്റത്തിനായുള്ള യാത്ര നമുക്ക് ഇന്നിവിടെ ആരംഭിക്കാം. ഹലോ മൈക്ക് ചെക്ക്. എന്താണ് AI? AI എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കൃത്രിമ ബുദ്ധി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യനെ പോലെ ചിന്തിക്കുകയും മനുഷ്യനെ പോലെ പ്രവർത്തിക്കാനും ചെയ്യുന്ന പ്രോഗ്രാം എന്ന് തത്വത്തിൽ മനസ്സിലാക്കുക. അപ്പം എങ്ങനെയാണ് മനുഷ്യനെ പോലെ ചിന്തിക്കാനും മനുഷ്യനെ പോലെ പ്രവർത്തിക്കാനും സാധിക്കുന്നത്? അതായത് ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരാളിപ്പോ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോവാണ്. ഓക്കെ, നാട്ടിലേക്ക് പോകുമ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, അയാൾ ആദ്യമായിട്ട് പോവുകയാണ്, അയാൾ ചിന്തിക്കുകയാണ്, അയാൾക്ക് കൊടുത്ത ടിക്കറ്റ് കൊടുത്ത ട്രാവൽ ഏജൻസി പറഞ്ഞു നിങ്ങൾ 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തണം, അവിടെ കസ്റ്റംസ് ഇമിഗ്രേഷൻ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ ലോഞ്ചിൽ ഇരിക്കണം, നിങ്ങൾക്ക് ഗേറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ഫ്ലൈറ്റിലേക്ക് കയറാം. ഇതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ട് മനസ്സിലാക്കിയ ഇദ്ദേഹം 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് ഇയാൾ 3 മണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് സങ്കല്പിക്കുക, എയർപോർട്ടിലേക്ക് എത്താതെ. ഒരു പക്ഷേ അയാൾക്ക് വഴിയിൽ ട്രാഫിക് പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായിട്ട് കൃത്യസമയത്ത് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല, അല്ലേ? ഇത് എന്താ സംഭവിച്ചത്? അയാള് ട്രാവൽ ഏജൻസിക്കാരൻ പറഞ്ഞു കൊടുത്തതിൽ നിന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടായ പെശകാണ്. അയാൾ വിചാരിച്ചു 3 മണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതിയെന്ന്. മറ്റയാൾ പറഞ്ഞത് എന്താണ്? 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തണം എന്നുള്ളതാണ്. എന്നാൽ ഇത് AI ആണ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഈ മിസ്റ്റേക്ക് വരില്ല. ഓക്കെ, പക്ഷെ അയാൾക്ക് ഒരു പാഠം അവിടെ കിട്ടി. എയർപോർട്ടിലേക്ക് ചെന്നപ്പോ ബോഡി പാസ് കിട്ടില്ല എന്ന് കരുതി, എങ്കിലും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടി, ഒരു ഭാഗ്യത്തിനെന്ന് കരുതുക. അയാൾ ജീവിതത്തിൽ പിന്നെ ഈ പാഠം മറക്കൂല. കാരണം പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച ആള് ലക്കിനാണ് അന്ന് ഫ്ലൈറ്റ് കയറാൻ പറ്റിയത്. അയാൾ അവിടെ അയാളുടെ അറിവിലേക്ക് ഒരു പുതിയ കാര്യം എഴുതി ചേർത്തു. എന്ത്? ഇന്റർനാഷണൽ പാസഞ്ചേഴ്സ് 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തുകയാണ് വേണ്ടത്, റൂമിൽ നിന്ന് ഇറങ്ങുകയല്ല എന്നുള്ളത് അയാൾ തിരിച്ചറിഞ്ഞു. അത് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പറഞ്ഞ ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അയാൾ എന്താ ചെയ്തത്? അയാൾക്ക് അന്നുണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നോളജ് അപ്ഡേറ്റ് ചെയ്തു. ഇതേ പരിപാടി ആര് ചെയ്യുന്നുണ്ട്? AI ചെയ്യുന്നുണ്ട്. ഈ AI എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ChatGPT, ജെമിനൈ പോലുള്ള ഈ AI ടൂൾ, ചാറ്റ് ബോട്ടുകൾ മാത്രമല്ല AI. നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ വേറെ പഠിക്കാനുണ്ട്. അതൊക്കെ പഠിക്കാനുണ്ട്, അതിന്റെ കൂട്ടത്തിൽ വേറെയും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. പലരും വിചാരിക്കുന്ന ഈ സാധനം വളരെ വിദഗ്ധരായ IT പ്രൊഫഷണലുകൾക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല, ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയും. ഞാൻ നമ്മുടെ ഒരു ആഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കാനുള്ള നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ChatGPTയും ജെമിനൈ പോലുള്ള AI ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നാളെ മുതൽ അങ്ങോട്ട് വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നമ്മൾ കാണുന്നില്ലേ നമ്മളെ സലാഖൊക്കെ കാണിക്കുന്നതൊക്കെ? അത് മാത്രമൊന്നുമല്ല, അതിനേക്കാൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വഴിയെ മനസ്സിലാക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരിക്കലും ഈ AI എന്ന് പറയുന്ന സാധനം ഇപ്പോ നമ്മുടെ ആരുടെയും ജോലി നഷ്ടപ്പെടുത്തുന്നില്ല. എന്നാൽ ഇത് പഠിച്ച ആളുകൾ പഠിക്കാത്തവരുടെ ജോലി നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് തന്നെ പഠിക്കാത്തവരുടെ തൊഴിൽ സുരക്ഷ നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല. ഇത് പഠിച്ചവർക്കാണെങ്കിൽ, AI ടൂൾസ് പരിശീലിച്ച ആളുകൾക്കാണെങ്കിൽ തൊഴിൽ സുരക്ഷ ഉറപ്പാണ്. അത് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഉണ്ട്. ഒരു കൃഷിക്കാരനാവട്ടെ, വീട്ടമ്മയാകട്ടെ, എല്ലാവർക്കും ഈ AI ടൂൾസ് പഠിക്കാനുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം AI പഠിച്ചിട്ടില്ല എന്ന് കരുതാണ്ട് ഭർത്താക്കന്മാർ ഇപ്പം പിരിച്ചുവിടാനൊന്നും സാധ്യതയില്ല. പക്ഷെ പഠിക്കുന്നത്
പല കാര്യങ്ങൾ കൊണ്ട് നല്ലതാണെന്നുള്ളത് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ഇതിലുള്ള പ്രധാന വ്യത്യാസം? നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഒരു കാലത്ത് ഫാക്സ് മെഷീനുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ട്. ഈ ഫാക്സ് മെഷീനുകൾ പിന്നീട് കുറേശ്ശെ അപ്രത്യക്ഷമായി. ഇപ്പൊ റീസെന്റ് സംഭവിച്ചത്, ഇപ്പോഴും എല്ലായിടത്തും 100% പോയിട്ടില്ലെങ്കിൽ പോലും മിക്കവാറും സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫാക്സ് മെഷീൻ എടുത്ത് ഒഴിവാക്കി. എന്തുകൊണ്ടാണത്? ഇന്റർനെറ്റ് ടെക്നോളജി കൂടുതൽ വികാസം പ്രാപിക്കുകയും ഇമെയിൽ വ്യാപകമാകുകയും ചെയ്തപ്പോഴാണ് എന്തായത്? ഫാക്സ് മെഷീനുകളെ മാറ്റി തുടങ്ങിയത്. എന്നതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ടെക്നോളജി കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ വ്യാപകമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയുള്ള സാധനങ്ങളൊന്നുമല്ല ഇപ്പൊ ഈ ആഴ്ച ഉപയോഗിക്കുന്നത്. അത്രമാത്രം പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതിനനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാകാതിരുന്നാൽ ഫാക്സ് മെഷീൻ പോലെ നമ്മളെയും മാറ്റി നിർത്തിയേക്കാം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഒരു ടാക്സി ഡ്രൈവർ സങ്കല്പിക്കുക. ഒരു സാധാരണ ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർ. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് വാഹനം ഓടിക്കാൻ നിർബന്ധമായിട്ടുണ്ടാവേണ്ടത് എന്താണ്? നന്നായിട്ട് വാഹനം ഓടിക്കാൻ അറിയണം, അത്രയേ ഉള്ളൂ. ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഇതുണ്ടെങ്കിൽ അയാൾക്ക് ഒരാളുടെ വണ്ടിയുമായിട്ട്, അയാളുടെ സ്വന്തം വണ്ടിയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ വണ്ടിയുമായിട്ടോ ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ട്രിപ്പുകൾ കിട്ടും. അയാൾക്ക് അതുമായിട്ട് ഓടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതായിരുന്നു ഇന്നലെ വരെയുള്ള അവസ്ഥ. എന്നാൽ ഇന്ന് അവസ്ഥ മാറി. ഇന്ന് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ടാക്സി ഡ്രൈവർക്ക് ഇനി അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന സാധനം AI പ്രവർത്തിക്കുന്ന സംഭവമാണ്. ഇത് AI പ്രവർത്തിക്കുന്ന സംഭവമാണെന്ന് അറിയാതെയാണ് നമ്മൾ പലരും അത് ഉപയോഗിച്ചു തുടങ്ങിയത് എന്നുള്ളതാണ് സത്യം. ഇപ്പോ ഗൂഗിൾ മാപ്പിൽ തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഇപ്പം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടാൽ ഞെട്ടും. നമ്മളിൽ പല ആളുകളും ഇപ്പോഴും പരമാവധി ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ പോലും നമുക്ക് ആരെങ്കിലും ലൊക്കേഷൻ അയച്ചു തന്നാൽ അത് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാനുള്ള റൂട്ട് നോക്കും. ഇതേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇതൊന്നുമല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഗൂഗിൾ മാപ്സിലുള്ള മൊത്തം ഫീച്ചേഴ്സിന്റെ 10% വരുന്നുള്ളൂ. ബാക്കി 90% ആളുകൾ ഇപ്പോഴും അറിയാത്തവരാണ്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി സെറ്റ് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ടാക്സി ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഇന്ന് ടാക്സി ഓടിച്ച് ജീവിക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. ഇത് ഒരു ടാക്സി ഡ്രൈവറുടെ അവസ്ഥയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സംഭവിക്കാൻ പോകുന്നത്. ഇനി എന്താണ് ഈ ChatGPT, ജെമിനൈ, ക്ലൗഡ് പോലുള്ള ചാറ്റ് ബോട്ടുകളും നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഗൂഗിളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങാനുള്ള ഒരു ടെൻഡൻസി വരും. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, ഗൂഗിൾ എന്നുള്ളത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഗൂഗിളിന് മുമ്പേ മറ്റൊരു സെർച്ച് എഞ്ചിൻ നമ്മളൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. പുതിയ ആളുകൾക്ക് അറിയുമെന്നറിയില്ല. യാഹു ഒരു കാലത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. പിന്നീട് യാഹു കാലഹരണപ്പെട്ടു പോയി. കാരണം അത് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അത് തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ പിന്നെ ജനങ്ങൾ ഒഴിവാക്കി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ AI പഠിച്ചുകൊണ്ട് കാലോചിതമായിട്ടുള്ള അപ്ഡേഷൻ നമ്മൾ തയ്യാറാവാതിരുന്നാൽ ജനങ്ങൾ നമ്മളെയും ഒഴിവാക്കും. നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനും പറ്റാതാവും. ഇപ്പൊ തന്നെ ആളുകൾ ഒരു എന്താ പറയാ, ഒരു എബവ് 40 ഒക്കെ കഴിഞ്ഞ ആളുകളെയൊക്കെ പുതുതലമുറ വിളിക്കുന്നത് തന്ത വൈബ്, തള്ള വൈബ് എന്നൊക്കെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വൈബിലേക്ക് ഈ എബവ് 40 ആളുകൾ എത്തുന്നില്ല എന്നുള്ള, അവര് ചിന്തിക്കുന്നിടത്തേക്ക് ഇവർ എത്തുന്നില്ല. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ അവര് പറയുന്ന പല പല പദങ്ങളും ഉണ്ട്. നമ്മൾ ഓക്കെ അല്ലേ, അങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ എന്ന് പറയും. അവരതല്ല പറയുന്നത്, അവര് സെറ്റ് എന്നാണ് പറയുന്നത്. സെറ്റ് പറഞ്ഞാലേ സെറ്റ് ആവുള്ളൂ, അല്ലാത്തവര് പുതിയ വൈബിലേക്ക് ചേരുന്നവരല്ല. എന്നതുപോലെ തന്നെയാണ് ഗൂഗിളിൽ നിന്ന് ചാറ്റ് ബോട്ടുകളിലേക്കുള്ള മാറ്റം. ഗൂഗിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് താജ്മഹലിന്റെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് താജ്മഹൽ എന്ന് സെർച്ച് ചെയ്താൽ താജ്മഹലിന്റെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകളാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുക, അല്ലെ? ഒരുപാട് വെബ്സൈറ്റുകൾ ലിസ്റ്റ് ചെയ്യും. നമ്മൾ അതിന് നമുക്ക് വേണ്ടുന്ന ഭാഗങ്ങൾ ഓരോ സൈറ്റും ഓപ്പൺ ആക്കി പഠിച്ച് മനസ്സിലാക്കി നമുക്ക് ആവശ്യമായ നോട്ടുകൾ തയ്യാറാക്കിയിട്ട് പിന്നെ അതിന്റെ ബാക്കി പണികൾ വേറെ എടുക്കണം. അതെന്താന്നുള്ളത് അടുത്ത ഘട്ടം. എന്നാൽ ഇതേ ചോദ്യം നമ്മൾ ChatGPTയോടോ ജെമിനിയോടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചാറ്റ് ബോട്ടുകളോടാണ് ചോദിക്കുന്നതെങ്കിൽ താജ്മഹലിന്റെ ചരിത്രം വിശദമായിട്ട് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു തരും. നമ്മൾ പിന്നെ വേറെ സൈറ്റുകളൊന്നും റെഫർ ചെയ്യണ്ട. നമ്മൾ ആ ചെയ്തിരുന്ന സൈറ്റുകൾ റെഫർ ചെയ്തിരുന്ന ഓരോ സൈറ്റുകളും നോക്കുന്ന പണിയൊക്കെ ഈ സാധനം നോക്കുന്നുണ്ട്. ഈ സാധനം നോക്കിയിട്ട് നമ്മൾ നോക്കാൻ ഒരു പക്ഷേ അത്രയും സൈറ്റുകൾ, ഒരു 5-8 സൈറ്റുകൾ കിട്ടി അത് മുഴുവൻ പഠിച്ച് അതിന്റെ നോട്ടുകൾ തയ്യാറാക്കാൻ ചിലപ്പോൾ 2 ദിവസമോ 3 ദിവസമോ 4 ദിവസമോ കിട്ടുമെന്ന് വിചാരിക്കാം.
ഇത് അപ്പോൾ ആ 2-3 മിനിറ്റ് കൊണ്ട് ഈ പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് എടുത്തു തരും. ഇപ്പൊ അതിന്റെ വേഗത മനസ്സിലായോ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന പണിയെ പകുതി സമയം കൊണ്ട് തീർക്കാം എന്ന് പറഞ്ഞപ്പോ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അതൊരു അതിശോക്തി തോന്നിയിട്ടുണ്ടാവും. ഇപ്പൊ ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? അതൊരു പണിയായിരുന്നു നമ്മൾ എടുക്കേണ്ടിയിരുന്നത്. 2-3 ദിവസം കൊണ്ട് എടുക്കേണ്ട പണിയാണ് 2-3 മിനിറ്റ് കൊണ്ട് തീർത്തത്. എന്നിട്ട് ഈ ലിസ്റ്റ്, ഈ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് തന്നിട്ട് നമ്മോട് ഇങ്ങോട്ട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാനുള്ള പ്രസംഗം തയ്യാറാക്കി തരണോ? അതല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു പ്രസന്റേഷൻ തയ്യാറാക്കണോ? എന്താ നിങ്ങൾ ഈ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എന്നോട് പറയും, ഞാൻ സഹായിക്കാം. അപ്പൊ നമ്മൾ പറയാണ്, എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കണം. അതുകൊണ്ട് ഇതിനാവശ്യമായ ഒരു ഒരു 5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് തീർക്കാൻ പറ്റുന്ന ഡോക്യുമെന്ററിക്കുള്ള ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് എനിക്ക് തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞാൽ അതും തയ്യാറാക്കി തന്നു. നമുക്കൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണമെങ്കിൽ ഒരു പക്ഷെ എത്ര സമയം വേണ്ടി വരും? അറിവുള്ളവർക്കാണെങ്കിൽ തന്നെ. അതാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിനും ചാറ്റ് ബോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം. ഇനിയിപ്പോ നമ്മുടെ BBC-യുടെ ഒരു റീസെന്റ് വന്ന റിപ്പോർട്ട് ഉണ്ട്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2026, അതായത് ഈ വർഷം മുതൽ ഗ്ലോബലി, ആഗോളതലത്തിൽ തന്നെ കമ്പനികളൊക്കെ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തത് കംപ്ലീറ്റ് AI പവേർഡ് ആയിട്ടുള്ള ജീവനക്കാരെയാണ്. അതായത് ഓരോരുത്തരുടെയും ജോലി, എന്ത് ജോലിക്കാണോ അയാൾ കൊണ്ടുവരുന്നത്, ആ ജോലിക്ക് ആവശ്യമായ AI ഉപയോഗിക്കാൻ അറിയുന്നവരെ മാത്രം മതി, അല്ലാത്തവരെ വേണ്ട. അപ്പൊ ഒരു ലിമോസിൻ കമ്പനിക്ക്, ഒരു ടാക്സി കമ്പനിയിലേക്ക് ഡ്രൈവർമാരെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അവരോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് AI ഉപയോഗിക്കാൻ അറിയാവുന്നേക്കാണ്. ഒരു ഉദാഹരണമായിട്ട് പറയാം, ഒരു ഓഫീസ് ജീവനക്കാരനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എക്സലിനകത്തും വേർഡിനകത്തും പവർ പോയിന്റിനകത്തൊക്കെ ഉള്ള അതിനൊക്കെ അകത്തുള്ള AI ടൂൾസ് ഉപയോഗിക്കാൻ അറിയോ? അതല്ലെങ്കിൽ അതിന് പാരലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെല്ലാം AI ടൂൾസിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്? നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? ഇതൊക്കെ ആയിരിക്കും ഇന്റർവ്യൂവിൽ ചോദിക്കുക. അപ്പോ ഇത് പുതിയ ആളുകളെ കൊണ്ടുവരുന്ന കാര്യമാണെങ്കിൽ നിലവിലുള്ള ആളുകൾക്കും അതിനനുസരിച്ച് മാറിയേ പറ്റൂ. ആ മാറ്റമാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, അധികം ഇംഗ്ലീഷ് പരിജ്ഞാനമൊന്നും ഇതിന് ആവശ്യമില്ല. ഇപ്പൊ ഉള്ള അറിവൊക്കെ തന്നെ ധാരാളമാണ്. ഇപ്പൊ നിങ്ങളൊരു സ്മാർട്ട് ഫോണിലൂടെ ഈ ക്ലാസിന്റെ സൂമിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മതി നിങ്ങൾക്കുള്ള നോളജ്. അത്രയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അറിവുണ്ടായാൽ മതി. മാത്രമല്ല, ഇനിയിപ്പോ വരാനിരിക്കുന്ന ഗൂഗിൾ CEO-യുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഈയിടെ. അയാൾ പറയുന്നത് 2030 വരാനിരിക്കുന്ന ഒരു വലിയ വിപ്ലവമുണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ അതിന്റെ വിശദാംശങ്ങളൊന്നും ഇപ്പൊ അവർ പുറത്തു വിട്ടിട്ടില്ല. അതിന്റെ പണികൾ ഗൂഗിൾ തുടങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മറ്റു കമ്പനികളും അതിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. 10 മടങ്ങ് വേഗത എന്ന്. അപ്പൊ നിലവിലുള്ള AI ഉണ്ടല്ലോ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് 2-3 ദിവസം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു താജ്മഹലിന്റെ ചരിത്രം ക്രോഡീകരിച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് 3 മിനിറ്റ് കൊണ്ട് ചാറ്റ് GPT-യും ജെമിനിയൊക്കെ ചെയ്തു തരുന്നെങ്കിൽ അതിന്റെ 10 മടങ്ങ് വേഗത എന്നുള്ളതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ പ്രധാന പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോ നിലവിലുള്ള നമ്മള് ഇപ്പൊ തന്നെ കുറച്ച് പുറകിലാണ്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഒരുപാട് AI ഉപയോഗിച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞു. നമ്മളിപ്പോ ഓടിയാലും അവരെ കൂടെ എത്താൻ പറ്റും. പക്ഷെ ഇപ്പോഴും നമ്മൾ ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കൂടി വരുമ്പോൾ പിന്നെ നമ്മൾ ഓടിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട, പിന്നെ നമുക്ക് ഓടിപ്പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഇത്തരം ഒരു മാറ്റങ്ങൾക്ക് നമ്മൾ തുടങ്ങുകയാണ് വേണ്ടത്. ആ മാറ്റത്തിനുള്ള യാത്രയാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഒന്നും പേടിക്കാനില്ല. വളരെ ലളിതമാണ് കാര്യങ്ങൾ, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇന്ന് ചെറിയ ചെറിയ ടൂൾസ് ഒക്കെ പഠിച്ചുകൊണ്ട് അങ്ങനെ തുടങ്ങാം.